മലപ്പുറം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്, ജില്ലാ പോലീസ് മേധാവി ആർ. വിശ്വനാഥ് എന്നിവർ പറഞ്ഞു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ബുധനാഴ്ച രാവിലെ മുതൽ നടക്കും. ഡിസംബർ 11 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. രാവിലെ 6 മോക്ക് പോൾ നടക്കും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ബുധനാഴ്ച രാവിലെ മുതൽ നടക്കും. ജില്ലയിൽ 15 ബ്ലോക്കുകളിലും 12 മുനിസിപ്പാലിറ്റികളിലുമായി 27 സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. 36,18,851 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അർഹരായി ജില്ലയിലുള്ളത്. മൂത്തേടം പഞ്ചായത്ത് 7-ാം വാർഡിൽ ഒരു സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനാൽ ഈ വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. 8,381 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉള്ളത്. ഇതിൽ 4,363 പുരുഷന്മാരും 4,018 സ്ത്രീകളും ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പിനായി 4,343 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ആകെ 20,848 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഏതെങ്കിലും ഒരു വോട്ടർക്ക് ഭാഗത്തേക്ക് മാത്രം വേണമെങ്കിൽ വോട്ട് ചെയ്യാം. ഗ്രാമപഞ്ചായത്തിലേക്ക് മാത്രം വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. സാധാരണ ഒരു വോട്ട് പൂർത്തിയാകുന്നത് 3 വോട്ടുകൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു വോട്ട് പൂർത്തിയാകുന്നത്. ഗ്രാമപഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ പഞ്ചായത്തിൽ. ഒരുപക്ഷെ ഒരു വോട്ടർക്ക് ഏതെങ്കിലും ഒരു വോട്ട് ചെയ്യേണ്ട എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവസാനത്തെ മെഷീനിൽ എൻഡ് എന്നുള്ളൊരു ബട്ടണുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ 3 വോട്ടും ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് നിഷ്കർഷിച്ചിട്ടില്ല. പോളിംഗ് സ്റ്റേഷന് അകത്ത് മൊബൈൽ ഫോൺ അനുവദനീയമല്ല. മൊബൈൽ ഫോൺ ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് അനുവദിച്ചിട്ടുണ്ട്. EVയുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യന്മാർക്ക് അനുവദിച്ചിട്ടുണ്ട്. ഒബ്സർവർമാർക്ക്, വരണാധികാരികൾക്ക്, സെക്ടറൽ ഓഫീസർമാർക്ക്, അതുപോലെ പുറത്ത് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ചിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനകത്ത് വോട്ടർമാർ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് അനുവദിച്ചിട്ടില്ല. പഞ്ചായത്തുകളിലെ പോളിംഗ് സ്റ്റേഷന് 200 മീറ്റർ ചുറ്റളവിലും മുനിസിപ്പാലിറ്റി 100 മീറ്റർ ചുറ്റളവിലും ക്യാമ്പയിനിങ് പാടില്ല. ചില സാഹചര്യങ്ങളിൽ ഒരു സഹായിയെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ്. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്ക് ബ്രെയിലി ലിപിയിലുള്ള മാർക്കിംഗ് നോക്കി സെൻസ് ചെയ്ത് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടും. അതേപോലെ തന്നെ ഒരു വോട്ടർക്ക് സ്വന്തമായി വോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു സഹായിയെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ്. ആ സഹായി 18 വയസ്സിന് മേലുള്ള ആളായിരിക്കണം. പൊതുനിരീക്ഷകൻ P.K. ആസിഫ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ C.R. ജയന്തി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K. മുഹമ്മദ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.